അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ വ്യക്തിപരമായ നിലപാടുകൾ മാത്രമാണ്. ആയതിന് മഴവിൽ മനോരമയ്ക്കോ MMTVക്കോ യാതൊരുവിധ ഉത്തരവാദിത്തവും ഉണ്ടായിരിക്കുന്നതല്ല. KSRTC ബസ് സ്റ്റാൻഡ് വിട്ടു പോണം. തോക്കിന്റെ പാത്തിക്കടിക്കാനുള്ള നീ കൊല്ലത്തൊഴികളുടെ കൂടെ കാര്യം ഞാൻ പറയട്ടെ. എന്നൊന്ന് പതക്കടിക്കണം. എനിക്ക് കായംകുളം വരെ പോയാ മതി. എന്താ ഇത്? എന്റെ പൊന്നു മോനെ സിസ്പാക്കാടാ. എന്താ ഈ കാണിക്കുന്നത്? അപ്പൊ അന്ന് ഞാൻ ഈ അതിർത്തി നീക്കണ സമയത്ത് ഒരു മുയൽ എന്റെ ഫ്രണ്ടിൽ കൂടി ഓടി അങ്ങോട്ട് പോയി. ഞാൻ നോക്കുമ്പോ മോനെ ചൈനീസ് പട്ടാളനെ വളഞ്ഞു വെച്ചേക്കാണ് അങ്ങോട്ട്. അപ്പൊ ചൈന ഞാൻ നോക്കുമ്പോ തോക്കായിട്ട് ഇങ്ങനെ വെക്കണം, ഞാൻ ഇങ്ങനെ വെക്കണം. കറക്റ്റ് ആണ്. മുയൽ ഇങ്ങനെ വെക്കണം. എന്റെ ടീമാണ് അത് രണ്ടുപേരും. ഡെറാഡൂണിലേക്ക് വരണം. നീ പാലാരിവട്ട ശരീരം കണ്ടണ്ടാ. നമസ്തേ ആൻഡ് ഗുഡ് ഈവനിങ്. ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംപികൾ കൊണ്ടോ പണ്ട് തുമ്പിയെ കാണാൻ മോഹം, മന്ത്രികൾക്കെന്നുണ്ടാവും മണ്ഡലം നോക്കാൻ നേരം. തോണ്ടാതെ തോണ്ടുന്നോരെ ഞൊണ്ടാത്ത നേതാവാരെ, ഒടുവിൽ വേണ്ടോരെ തീണ്ടാത്ത ജേതാവാരെ. ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവൽ. ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമാ ജ്വൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ ആൻഡ് മൈസൂർ. ഇത് മൂന്നാം ഘട്ട മത്സരമാണ്. ഇതിലുമുണ്ട് 2 റൗണ്ടുകൾ. ഒന്ന് സെലിബ്രിറ്റി റൗണ്ട് ആണ്, മറ്റൊന്ന് സെലിബ്രേഷൻ റൗണ്ട് ആണ്. മത്സരാർത്ഥികളുടെ ഈ പെർഫോമൻസ് വിലയിരുത്താനായി വിധികർത്താക്കൾ ഇവിടെയുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുന്നു സിദ്ദിഖ് സർ, ഉർവശി ചേച്ചി, ഗിന്നസ് പക്രുചേട്ടൻ, ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ ചീഫ് ഗസ്റ്റ് മാളച്ചേട്ടൻ, ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ ഗ്രൂമേഴ്സ് അനൂപേട്ടൻ ആൻഡ് രതി. ടീം സൂപ്പർ കിങ്സ്, എല്ലാവർക്കും മൂന്നാം ഘട്ട മത്സരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സെലിബ്രേഷൻ. എങ്ങനെയാണ് സൂപ്പർ കിങ്സിന്റെ ആഘോഷം? ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു KSRTC ബസ് യാത്ര പുറപ്പെടുകയാണ്. യാത്ര അയക്കാനുള്ള പുറപ്പാട്. അതിന്റെ ഒരു ആഘോഷമാണ്. ആഘോഷിക്കൂ, ഞങ്ങളും ആഘോഷിക്കാം ഒപ്പം. താങ്ക് യു. സുഹൃത്തുക്കളെ, ചിറ്റാറ്റുകര പഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. ഒരൊറ്റ ബസ് സർവീസ് പോലും ഇല്ലാതിരുന്ന നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ആദ്യത്തെ ബസ് യാത്ര ഇന്ന് കൃത്യം 10 മണിക്ക് ചക്കരമുക്കിൽ നിന്നും യാത്ര തുടങ്ങുകയാണ്. ഈ ചടങ്ങ് മഹനീയമാക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഈ ആഘോഷ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ നാട്ടിൽ ഒരു ബസ് വന്ന് ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും പോവാല്ല. അല്ല, അവിടുന്ന് ഒരു ആൾക്കൂട്ടം വന്നിട്ടല്ലോ മോൻ. എന്തുട്ടത്? അത് നമ്മുടെ ബസിന്റെ ഡ്രൈവറല്ലേ കൊണ്ടുവരുന്നേ? ഡ്രൈവറാണോ പഠിച്ചോനെ? അതേനെ. അച്ഛാ, അല്ല, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ട അടിപൊളി ആൾക്കാരാണ്. ഞാൻ അവിടുന്ന് നടന്നു വന്ന് എല്ലാം ചുമന്നുകൊണ്ട് വന്നേക്കുന്ന ഇവിടുത്തെ ആൾക്കാര്. അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം ഒരു വണ്ടി പോണല്ല, അതിന്റെ സന്തോഷമാണ് കാണിക്കാൻ. നല്ല അടിപൊളി ആൾക്കാരല്ല. മനസ്സിലായില്ല? നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല? നമ്മള് മനസ്സിലായില്ലേ? ഇല്ല. നമ്മൾ അന്തർമാൻ. എന്തിരിമാൻ? അന്തർമാൻ. നല്ല പേരാണ്. നമ്മുടെ കടയിൽ ചായയുടെ ബിസിനസ് ഒക്കെയാണ് നമുക്ക്. അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോണ്. ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് വൃത്തിയായിട്ട് ഒരു ചായ എടുക്ക്. അന്ന് നമ്മൾ ഒരു മിനിറ്റ് ഒപ്പ് വരാട്ടാ. ചായ എടുക്കാൻ പറയുമ്പോ നിങ്ങൾ ഇത് എങ്ങോട്ട് പോണത്? എനിക്ക് വൃത്തിയായിട്ട് ചായ വേണ്ടേ? നമ്മള് വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായിട്ട് വന്നൊരു ചായ എടുത്താരാ. നിങ്ങൾ ശീലില്ലാത്ത പണികളൊന്നും ചെയ്യണ്ടപ്പാ. നിങ്ങൾ നല്ലൊരു ചായ എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. നല്ല ചായനാ, നമ്മളിപ്പോ തന്നെ കൊണ്ടുവരാല. എളുപ്പം എടുക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, പഞ്ചാര ഇട്ട് കൂടിയാലും പാലിട്ടും കുറയണ്ടട്ടാ. വിത്തൗട്ട് അല്ലേ? റെഡിയാക്കി തരാം. എന്തൊക്കെ പിള്ളേരാണിത്? ഓടങ്ങട് ഓട്. എന്താണ് പിള്ളേർ കാണിച്ചു കൂട്ടിയേക്കണത്? എന്റെ ദൈവം, ഇത് എന്ത്? ഓടങ്ങട്. നീ എന്താ ഷർട്ട് പോലും ഇല്ലാണ്ടാണ് വന്നേക്കണത്? എന്തൊട്ട് കുട്ടികളാണ് കാണിക്കണത്? ബസ് മറച്ച് പീറ്റാക്കല്ല.
KSRTC പറഞ്ഞ എന്താണ്? ദൈവമാണ് ചോറ്, പണ്ടാരച്ചമ്പല ചോറ്, ആർക്ക് വേണമെങ്കിലും കേറി നിരങ്ങാല. എന്നിട്ട് കുട്ടികൾ ഇത് നിങ്ങളൊന്നും കണ്ടില്ല. അപ്പോഴ് കുട്ടികളൊന്നും ഈ വണ്ടി നിറച്ച് അഴുക്കാക്കി ചാളിയാക്കി വെച്ചേക്കണത് എന്തുണ്ട് അത്? എന്റെ ഷാര പിള്ളേര് ആദ്യം ഇട്ട് കാണണല്ലേ, വിട്ട് കല്ലെന്ന് പിള്ളേര് ഒരു സന്തോഷമുള്ളു. ചായ എന്തൊരു ചായ എടുത്തത്? ഒരുമാതിരി വൃത്തിയുടെ ചായ ആയി പോവല്ല. നമ്മള് മര്യാദക്ക് പറഞ്ഞാണ് നമ്മള് വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാന്ന്. അപ്പൊ അനക്ക് പറ്റൂല. ഇത് കടം മേടിക്കുന്ന ആൾക്കാർക്ക് വെച്ചേക്കണ ചായയാണ്. കൊള്ളല. എന്റെ കാശണ്ട. പിന്നെ കാശണ്ട. അന്ന് നമ്മള് സൂപ്പർ ചായ ഇപ്പൊ തന്നെ ഇട്ടുകൊണ്ടിരാ. നീ എളുപ്പം പോയി എടുത്തിട്ട് വരി. ഇപ്പൊ തന്നെ നമ്മള് ചേട്ടാ ഈ രാഘവൻ അല്ല, ഓ രാഘവൻ, അതാണ് എന്റെ പേര്. എന്തുട്ടാ വേണ്ടത്? അല്ല, ചാർജർ എടുക്കാൻ വേണ്ടി വന്നാണ്. മനസ്സിലായി. ഒരു മിനിറ്റ്. എന്നാ ചാർജർ കാര്യം കഴിയുമ്പോ അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കണോ? ഈ ചേട്ടന്റെ ഒരു കാര്യം, ചേട്ടാ ചാർജർ അല്ല, ഈ ചാർജർ അല്ല, ബസിന്റെ കണ്ടക്ടർ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. നിന്റെ രൂപം കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. എടോ, തായ് ബസ്സിലെ കണ്ടക്ടർ അല്ലേ? അല്ലാണ്ട് കളക്ടർ ഒന്നും അല്ലല്ലോ. എടോ, കൃത്യസമയത്ത് വരാൻ പഠിക്കണോ? സമയം എത്രയെന്ന് തനിക്കറിയോ? ചേട്ടാ ഞാൻ വീട്ടിൽ നേരത്തെ അറിയായിരുന്നു. ഇവിടെ എത്താൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്. ഈ KSRTC ജോലി ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. KSRTC എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവമാണ്. ചോറ്, പണ്ടാരച്ചമ്പല ചോറ്, ആർക്ക് വേണമെങ്കിലും കേറി നിരങ്ങാല. എവിടെ നിന്ന് വന്നോ താനിത്? ചൂട് അറിയില്ലേ? എങ്ങനെ ചൂടാകാണ്ടിരിക്കുക? ഈ ബസ്സിലെ കണ്ടക്ടറാണിത്. അല്ല, കണ്ടക്ടറാണത്. നമ്മള് കണ്ടക്ടറെ കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കായിരുന്നു. ഇത്തിരി വൈകി പോയി, അതാണ്. മണ്ണല്ല, സന്തോഷമായി. അല്ല, KSRTC കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചേക്കണത്? KSRTC കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കണത്? നമുക്കൊരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സിനൊക്കെ ഈ മറ്റേ ആമിനാന്നും ബീനാമോളിനൊക്കെ ഉള്ള പേര്, നമ്മുടെ ഈ സർക്കാരിന്റെ വണ്ടിക്ക് മാത്രമേ KSRTC എന്നുള്ള പേര്. ഇതിന് പേര് മാറ്റാൻ പാടില്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾക്കും KSRTC കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല എന്ന് ചുരുക്കം. നമുക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു തരാം. അതായത് KSRTC എന്ന് പറഞ്ഞാല് ഈ പാലക്കാട് മൂത്തോളി തറവാടെന്ന് കേട്ടിട്ടുണ്ടാ? നമ്മള് കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടില്ലേ? പിന്നെ എപ്പോഴെപ്പോഴും കേൾക്കണം എന്തിനാണ്? കേട്ടി ചൂടാവില്ലേ? അതായത് വലിയ പേര് കേട്ട തറവാട്ടുകാരാണ് ഈ മൂത്തോളി തറവാട്ടുകാര്. അവിടെ ആദ്യമായിട്ട് കേരളത്തില് ബസ് ഇറക്കണ ഈ തറവാട്ടുകാരാണ്. ചുരുക്കം പറഞ്ഞാൽ ആ തറവാട്ടിൽ 5 ആമക്കളാ ഉള്ളത്. 5 ആമക്കളും ഭയങ്കര തന്നെയാണ്, കുടിയന്മാരാണ്. തള്ളു കുടിച്ച് ഈ തറവാടങ്ങോട്ട് ക്ഷയിച്ചു കഴിഞ്ഞപ്പോ ഈ തറവാട്ടിലെ ബസ് കംപ്ലീറ്റ് സർക്കാർ ഏറ്റെടുത്ത്. സർക്കാർ ഏറ്റെടുത്തെങ്കിലും തറവാടിനുള്ള ബഹുമാനം കൊണ്ട് 5 ആമക്കളുടെ പേര് ഈ ബസ്സിലിടാൻ സർക്കാർ പറഞ്ഞില്ല. 5 ആമക്കളുടെ പേരാണ് KSRTC. 5 ആമക്കളുടെ പേരിൽ ആദ്യത്തെ അക്ഷരമല്ലേ KSRTC. K എന്ന് പറഞ്ഞ കുഞ്ഞപ്പൻ, S സരസപ്പൻ, R രാജപ്പൻ, T തങ്കപ്പൻ, C ചെല്ലപ്പൻ. അങ്ങനെ നമ്മൾ ഈ കഥയൊക്കെ ഇപ്പോഴാണ് അറിയണത്. ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാ. ശരിക്കും ഈ KSRTCയുടെ ഫുൾ ഫോം ഇത് തന്നെയാണോ? ആളുകൾ വേറെ പലതൊക്കെ പറയണ്ടപ്പാ. നിനക്കെന്തായാലും വേറെ പണിയൊന്നുമില്ല. വേറെ പണി അങ്ങോട്ട് നോക്കാൻ നോക്ക്. എവിടുന്ന് വന്നതാ ഇവനൊക്കെ? ഈ നാട്ടിലെ ആൾക്കാർ എങ്ങനെയാ? സ്നേഹമുള്ള ആൾക്കാരാണ് ഈ നാട്ടിലെ ആൾക്കാർ. എന്റെ പൊന്നുവനെ പുകഴ്ത്തി പറയുന്നത് വിചാരിക്കരുത്. ഈ നാട്ടിലെ അത്ര സ്നേഹം വേറെ എങ്ങും കാണാൻ പറ്റൂല. ഭയങ്കര സ്നേഹം ഒത്തിരിമേൽ ഇവിടുത്തെ ആൾക്കാർക്ക്. നാടിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങ് പൊക്കി പറഞ്ഞേക്കോ അങ്ങോട്ട്? അല്ല, പൊക്കി പറഞ്ഞാൽ ഇവനെ എങ്ങനെ നമ്മൾ അതെ ഞാൻ പറഞ്ഞ 2 പേരെ കണ്ട. ഈ നാട്ടിലെ 2 സുഹൃത്തുക്കളാണ്. സുഹൃത്ത് പറഞ്ഞ ഇവന്മാരെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരുമിച്ച് ഗൾഫിൽ പോയി ഒരുമിച്ച് പഠിച്ച് വളർന്നവന്മാരാണ്. എപ്പോഴും ഒരുമിച്ച് നടക്കൂല അവന്മാര്. നോക്കിയേ, അങ്ങനെയുള്ള കൂട്ടുകാരെ നമുക്കിപ്പോ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഉണ്ടാവൂല. സ്നേഹം കണ്ട നിങ്ങള് നമ്മക്കിത് കണ്ട് ഭയങ്കര കുത്തിരിക്കി. എന്താ ഈ ബസ്സിന്റെ പരിപാടിയൊക്കെ എപ്പോഴാ? ബസ് നമ്മുടെ MLA വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആഘോഷമായിട്ട് അങ്ങോട്ട് പോവേണ്. അതല്ലേ നല്ല കാര്യം കേട്ടോ. അതെ അതെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ നാട്ടില്. പിന്നല്ലേ നമ്മള് പോയി കഴിഞ്ഞ ശേഷം അല്ലേ നാട് എന്തോരം പുരോഗമിച്ചല്ലേ. പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചായ അങ്ങനെ എടുത്ത് ആയിക്കോട്ടെ, എടുത്തു കഴിഞ്ഞല്ല. അല്ല കുടിച്ചോളി. മക്കളെ, നമ്മുടെ ഷാർമാരെ കണ്ട ഈ പുള്ളിയാണ് ഇതിന്റെ ഡ്രൈവർ. പുള്ളിയാണ് ഈ KSRTC കണ്ടുപിടിച്ചേക്കണ ആള്. നമ്മൾ വിചാരിച്ചേക്കണ KSRTC എന്ന് പറഞ്ഞ അവന്റെ കാഞ്ഞങ്ങാട് കോഴിക്കോട് ടീമിൽ ചെയ്യുന്നല്ല. പക്ഷെ സത്യത്തിൽ അതല്ല. ഈ പാലക്കാടുകാരാണ് ഈ മുതലി. പുള്ളി പറഞ്ഞപ്പോൾ ഈ നക്ക സത്യം നമ്മൾ മനസ്സിലാക്കണേ. പിന്നെ ആ പുള്ളിയാണ് ഇതിന്റെ കണ്ടക്ടർ. പുള്ളിയാണ് പിരിവുകാരൻ. ഒരു മിനിറ്റ് വന്നിട്ട് നമ്മളൊരു
കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ ഇതിനെ നമ്മൾ വലിച്ചു കീറണത്. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഓ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവര് ഗൾഫിൽ പോയി കാശുണ്ടാക്കിയതല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താണ് ഒരു ചായ മേടിച്ച് രണ്ടാക്കി കുടിക്കണത്? പൈസ ഇല്ലാണ്ടാണ്. പൈസ ഇല്ലാണ്ടല്ലാന്ന്, പിള്ളേര് സ്നേഹമല്ലേ ഇത്. ആ ഒരു ഗ്ലാസ്സിലെ കുടിക്കുള്ളൂ തന്നെ. ഇവന്മാരെ പറ്റി പറഞ്ഞ വേറൊരു കേസുണ്ട്. ഇവൻ ചോട കുടിക്കുകയാണെങ്കിൽ അവൻ നേമ്പക്കം വിടും, അവൻ സിഗരറ്റ് വലിച്ച ഇവൻ പുക വിടും. ഇത്രയൊക്കെ ആത്മബന്ധമുള്ള പിള്ളേരാണ്. ഭയങ്കര സ്നേഹമാണ് ഞങ്ങള്. കുടിച്ചാ കുടിച്ചേ, നല്ല ചായക്ക. നന്നായുണ്ട് ചായ, അടിപൊളിയുണ്ട്. അപ്പൊ എത്രയ്ക്കാ കാശൊക്കെ? 5 രൂപ എന്നായി മോനെ. ആണല്ലേ? എടാ ഞാൻ കൊടുത്തേക്കടാ. ഇല്ല ഞാൻ കൊടുത്തോളാം. എന്തേലും ഞാൻ കൊടുത്തേക്കാ. ഇല്ല ഞാൻ കൊടുത്തോളാം. 5 രൂപ. എടാ അതെ, ഇന്നലെ നീയല്ലേ കൊടുത്തേ? എടാ ഞാൻ കൊടുത്തോളാം. ഇന്നലെ നീയല്ലേ കൊടുത്തേ? ഇപ്പൊ ഞാൻ കൊടുത്തേക്കാം. എത്ര ചായക്ക? 5 രൂപ. എടാ ഞാൻ കൊടുത്തോളാം, നീ പറഞ്ഞില്ല നിന്റെ അടുത്ത്. അതെന്ത് കൊടുത്തോളാം നീ പറഞ്ഞേ? നിന്റെ മോഹൊക്കെ മാറിയിട്ടുണ്ടല്ലോ. മോഹം മാറിയെന്ന് വെച്ച് ഞാൻ കൊടുത്തേക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ? അല്ല ഞാൻ കൊടുത്തോളാന്നല്ലേ പറഞ്ഞത്. മോഹം മാറില്ല. ഞാൻ കൊടുത്തേക്കാടാ. ഞാൻ കൊടുത്തേക്കാം. നീ മോത്തിട്ട് സംസാരിക്കേണ്ട ആവശ്യം തിരിക്കണം. നേരത്തെ പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്ത് നീ ചായ കൊടുത്തേക്കാൻ കാണിക്കണത്? എന്റെ പൊന്നുക്ക, നിങ്ങളല്ലേ പറഞ്ഞത് ഭയങ്കര ഒരുപോലെ ആൾക്കാരാണെന്ന്? ഇതുപോലത്തെ ആൾക്കാർ ഈ നാട്ടിൽ വേറെ ഉണ്ടാ? നമ്മൾ എന്താ പറഞ്ഞത്? ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നല്ലേ? ഒരുമിച്ച് തല്ലുണ്ടാക്കി ഒരുമിച്ചല്ലേ അവിടെ ഉരുണ്ടു പോയത്. ഒത്തൊരുമല്ലേ നമ്മള് പറഞ്ഞത്. എന്താ വൈകിയത്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു പാപ്പ. എന്ത് ജോലി? മോലെ നമ്മുടെ വണ്ടി കിടക്കണ കണ്ട? ഹായ്, കൊള്ളാലോ പാപ്പ. നമ്മുടെ വണ്ടിയാണിത്. ഇത്ര നേരമായിട്ടേ ഒരു പെൺകുട്ടീനെ പോലും കണ്ടില്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഇനി ഞാൻ ഏറ്റു വണ്ടി അടിപൊളിയായിട്ട് നമ്മളെ കൈകാര്യം ചെയ്യുള്ളൂ. ഒന്നും പേടിക്കണ്ട. പണിക്കൊന്നും നിക്കല്ലട്ടെ മോനെ. സ്ഥലം പേരാണ് KSRTC. ആരാണ്? ദൈവമാണ്. ചോറ്, പണ്ടാരച്ചമ്പിലെ ചോറ് ആർക്കും വേണമെങ്കിലും കേറി നിറങ്ങാല. അങ്ങനൊന്നും ഇല്ലെന്നേ. അല്ലിക്ക, ആരാണിത്? അയ്യോ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ ഒറ്റ മോളാണ് ആമിന. ആമിന നല്ല പേരാണല്ലോ. എന്തൊട്ട് ചെയ്യണ്? നമ്മൾ ഡിപ്ലോമ എടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വിട്ടേക്കണായിരുന്നു. അല്ലേ? എന്നിട്ട് കിട്ടിയാ? അല്ല അത് വേറെ കാര്യമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഡിപ്ലോമ കിട്ടി. അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അവിടെ ഒതുക്കി കളഞ്ഞത്. ഡിപ്ലോമയുടെ കേസും പറഞ്ഞ് പിന്നെ അവിടെ വിട്ടിട്ടില്ല നമ്മൾ. കടകൾക്ക് നമ്മളിപ്പോ തന്നെ വരാട്ടെ. എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ വരാം. വണ്ടി ഒന്ന് നോക്കി, ഞാനൊന്ന് നോക്കിട്ട് വരാം കേട്ടോ. ഓക്കെ വണ്ടി. എന്റെ ദൈവമേ. അതെ, ഈ വണ്ടിന്റെ മുതലാളി. എന്തോ? ഈ വണ്ടിന്റെ മുതലാളി ആരാണ്? എന്താണ് കുട്ടിക്ക് അറിയേണ്ടത്? ചോദിച്ചോളൂ. അല്ല, നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ കൊള്ളാന്നുണ്ടേ. നിങ്ങൾ പഠിപ്പിക്കോ നമ്മളെ ഡ്രൈവിംഗ്? കൊള്ളാം. പെൺ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. എപ്പോ പഠിപ്പിച്ചെന്ന് ചോദിച്ചാ മതി. കുട്ടി, നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്ത് കാര്യങ്ങള്? നമുക്കൊന്നും അറിയാൻ പാടില്ല. ഒന്നും അറിയില്ല? ഇല്ല. ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആണോ നമ്മൾ നോക്കണം. അതിപ്പോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ വണ്ടി സ്റ്റാർട്ടായി. ഇനി നമ്മൾ ന്യൂട്രൽ ആരെങ്കിലും വരുന്നുണ്ടോ നമ്മൾ നോക്കണം. വണ്ടി നമ്മൾ ന്യൂട്രൽ ആണോ നോക്കണം. എന്നിട്ട് നമ്മള് ഇത് ഗിയർ, ഇത് ക്ലച്ച്. പതുക്കെ ക്ലച്ചക്കാല് വെച്ചേ. അമർത്തിക്കോളും. ശരിക്കും അമർത്തിക്കോളും. ശരിക്കും ക്ലച്ച് അമർത്തിയാലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഇനി നമ്മള് ആദ്യം ഫസ്റ്റ് ഇട്ട്, പിന്നെ സെക്കൻഡ് ഇട്ട്, പിന്നെ തേർഡ് ഇട്ട്, ഫോർത്ത് ഇട്ട്, അങ്ങനെ സുന്ദരി തുമ്പി ചെമ്പകക്കൊമ്പിൽ ചൂളം മൂളാൻ മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാളി സുന്ദരി തുമ്പി ചെമ്പകക്കൊമ്പിൽ ചൂളം മൂളാൻ കുട്ടീനെ ആരെങ്കിലും ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാനോ? പ്രേമം എന്താന്ന് എനിക്ക് അറിയ പോലും ഇല്ല. ഞാൻ പഠിപ്പിച്ചു തരാം. ആക്ച്വലി ഈ പ്രേമം എന്ന് പറയുന്നത് മുല്ലപ്പൂവിൽ തുടങ്ങി റോസാപ്പൂവിലൂടെ സഞ്ചരിക്കുന്നതാണ് പ്രേമം. ചേട്ടനിപ്പോ എവിടം വരെയായി?
മുല്ലപ്പൂവിൽ തുടങ്ങി റോസാപ്പൂവിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ചവിട്ടിൽ ചെമ്പരത്തി പൂവ് കൊണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ, എല്ലാ അർത്ഥത്തിലും ആവോളം കേട്ടോ. അതെ, ആ കൊച്ചിന് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു, ഞാനൊന്ന് പഠിപ്പിച്ചു നോക്കിയതാ. എടാ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച പല പിള്ളേരും ഇന്ന് സെൻട്രൽ ജയിലിൽ ഉണ്ടെന്നുകൊണ്ടിരിക്കണം, മനസ്സിലായി എനിക്ക്. അപ്പൊ ആവോളം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ അർത്ഥത്തിലും, മനസ്സിലായില്ലേ? നീ എന്റെ കാര്യം നോക്കി അടിക്കല്ലേ മോനെ, മോളെ നീ കടയിലേക്കല്ലടി. അല്ല ഇതാരേ വന്നേക്കണത്? ആ നിങ്ങ പെൺകൊച്ചിനോട് ഒറ്റ കേട്ട് അങ്ങോട്ട് പോയേക്കായിരുന്നു. ഒന്നും പറയണ്ടാന്നേ, ഒരു ഒറ്റ കേട്ട് നമ്മൾ ചെന്ന് നോക്കിയതാണ്. ചെന്ന് നോക്കുമ്പോ നമ്മുടെ തെങ്ങ് തന്നെ തങ്കപ്പനില്ലേ, അപ്പൊ തെങ്ങിന്റെ മുകളിൽ താഴ്ത്ത് വീണ് കിടക്കണം. നമ്മളവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു മരണം നടന്നേനെ. ആ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു, കേട്ടില്ല, ഇവിടെ ഒരു ജനനം നടന്നേനെ. അമിന കുടുംബത്തോട് ഹിമാലയ 7 ദിവസം ഉണ്ടാക്കാണ്ട് പോയി. ഈ ബസ്സിലെ കണ്ടക്ടറായിട്ട് വന്നാണോ അല്ലെങ്കിൽ നാട്ടുകാരെ തല്ലുകൊണ്ട് ചാകാൻ വേണ്ടി വന്നാണ്? ആ കുട്ടിക്ക് ഡ്രൈവിംഗ് വേണ്ടാത്ത പണിക്കൊന്നും നിക്കല്ലേട്ടാ മോനെ. ഈ പിള്ളേരെ എനിക്ക് മനസ്സിലായില്ലേട്ടാ. ഇവരെ മനസ്സിലായില്ലേ? ഈ പുള്ളിയാണ് ഇതിന്റെ ഡ്രൈവർ. അത് ശരി, പുള്ളിയാണ് KSRTC കണ്ടുപിടിച്ചത്. നമ്മൾ വിചാരിച്ചേക്കണ ഈ കാസർഗോഡുകാരനെ നല്ലത്, സംഭവം ഒന്നുമല്ല, പാലക്കാട്ടുകാരുടെയാണ് സംഭവം. വെറുതെ വലിച്ച് കീറല്ലേട്ടാ, കാര്യം പറഞ്ഞു കൊടുത്താൽ. ഇത് ഡ്രൈവർ, അത് കണ്ടക്ടർ. മനസ്സിലായി, നല്ല പിള്ളേരാട്ടാ. ഇത് നമ്മുടെ നാട്ടിലെ മുതിർന്ന ഒരു പൗരനാണ്. പണ്ട് പട്ടാളത്തിൽ കയറുന്ന റിട്ടയർഡായി, ഒരുപാട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, പരിചയപ്പെടുന്നൊക്കെ നല്ലതാണ്, ഒന്ന് സൂക്ഷിച്ച നിങ്ങൾക്കും അല്ല. നമ്മള് കാരണന്മാര് പിള്ളേർക്ക് വല്ല അറിയാം, നമ്മുടെ പണ്ടത്തെ കഥയൊക്കെ പിള്ളേർക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അതേ. അപ്പൊ മോനോട് വന്നിടാ. എന്താണ് മോന്റെ പേര്? എന്റെ പേര് രാഘവൻ. ഉള്ള നല്ല പേര്, നല്ല ഐശ്വര്യമാണ് കാണാൻ തന്നെ. അപ്പൊ അന്തരമാനെ നല്ല കടുപ്പത്തിന് ആവോളം പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലൊരു ചായം കേട്ടു എല്ലാ അർത്ഥത്തിലും. ആ മോനെ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്ന സമയത്തും, അന്ന് പട്ടാളത്തിലാണ് ഞാൻ. അന്ന് നമ്മുടെ അന്തരു നമ്മുടെ ആലോപാലും ഇല്ലേ, മാർത്താണ്ഡവർപ്പാലം ഒന്ന് കണ്ടുപിടിച്ചായിരുന്നു, പണി നടക്കാൻ പോണുള്ളൂ. അപ്പൊ അന്ന് ആ ചർച്ചയിൽ ഞാനും ഉണ്ട്, നമ്മുടെ ഇടവേള ബാബു, ഷിബു ചക്രവർത്തി, ഇവരെല്ലാം ഞങ്ങൾ 3 പേരും അവിടെ ഉണ്ട് ആ സമയത്ത്. അപ്പൊ അന്ന് വയനാട്ടിൽ നിന്ന് നമ്മുടെ അബൂസലി യുദ്ധം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടി. അപ്പോഴും നമ്മുടെ ബാബുരാജോടെ ഹിൽ പാലസം വളഞ്ഞു വെച്ച് തല്ലിക്കൊണ്ടിരിക്കണം എല്ലാവരെയും. അപ്പൊ ആ സമയത്ത് എന്റെ പൊന്നു മോനെ വിളിച്ചിടാ, ഞാൻ പറയണ മനസ്സിലാക്കുന്ന ആദ്യം. അപ്പൊ ആ സമയത്ത് എനിക്ക് ഡെറാഡൂണിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആരാണ്? അമിതാഭ് ബച്ചൻ വിട്ടേക്കണം. എത്രയും പെട്ടെന്ന് കേണൽ അവിടെ വന്നം, ഹിരോഷിമയെ കാവസാക്കിയായിട്ട് ഭയങ്കര യുദ്ധം തുടങ്ങാൻ പോണം, എല്ലാ അർത്ഥത്തോടും കൂടി കേണലും കൂടെ വന്നോന്ന് പറഞ്ഞു. എന്റെ പൊന്നുമോനെ, അന്ന് നമ്മുടെ ഈ ആര്യഭരണാട് റൂട്ടൊന്നും അന്ന് ട്രെയിനില്ല. അന്ന് ആകെ ട്രെയിനുള്ള വന്നിട്ട് നമ്മുടെ ഈ എടപ്പള്ളിന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവാറ്റൂർ വഴി ഇടുക്കി വഴി അങ്ങോട്ട് ചെല്ലാം. അപ്പൊ അങ്ങനെ ഡെറാഡൂണിലെത്തി. അവിടെ ചെന്നപ്പോ എന്താണ് സംഭവം? എന്താണ് ഹിരോഷിമ ഇങ്ങനെ അവിടെ വെക്കണ്, കാവസാക്കി ഇവിടെ വെക്കണ്. ഞാൻ വിടുവോ? ഞാൻ ഇതിന്റെ ഇടയിലോട്ട് അവിടെ കയറി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ പറയാം, മര്യാദ പുറം കല്ലടിക്കാൻ ചെപ്പക്കുറ്റിയർപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരു യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ പൊന്നുമോനെ അവസാനം എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് കണ്ട് എടുത്ത്, ഇത്രയേച്ചുള്ള ബോംബ് കണ്ട് കയ്യിലേക്ക്. വലിയ ബോംബാ? എന്റെ പൊന്നുമോനി ഇതാണ് അങ്ങോട്ട് ഇട്ട് കൊടുത്തോള. എന്റെ പൊന്നു ഹിരോഷിമ കാവസാക്കിയുടെ ബൈക്കിൽ കയറി ഒറ്റപ്പാക്കി എല്ലാ അർത്ഥത്തിലും ഈ ചായ അങ്ങോട്ട് കുടിച്ചോ, ആ ക്ഷീണം അങ്ങോട്ട് മാറിക്കും. പിള്ളേരാണോണ്ട് മനസ്സിലാവൂല, നിനക്ക് മനസ്സിലായോ? പറഞ്ഞേരെ മനസ്സിലായി. ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണം. അതെല്ലാം പരുന്നില്ല, തിരകളല്ല, പിന്നെ സത്യം പറ, ചെമ്മാനം വാരണ കുറയറിയ നിങ്ങൾ പേടിക്കണ്ടേ, ഈ നാട്ടിലൊരു ഓലപ്പാമ്പാ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ സ്ഥിരം നമ്മൾ കാണണല്ലേ. ഒരു മിനിറ്റ്. TS 754 KSRTC ബസ് സ്റ്റാൻഡ് വിട്ട് പോണം. സ്റ്റാൻഡ് വിട്ട് പോണം. KSRTC കുറിച്ച് മുണ്ടരുത്. KSRTC ആരാണ്? ആരാ? ദൈവമാണ്. ചോറ്, വണ്ടാരച്ചമ്പലെ ചോറ്, ആർക്കും വേണമെങ്കിലും കേറ്, നിരങ്ങല്ല. സങ്കടമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. എന്റെ ജീപ്പ് തരുന്ന സ്ഥലമാണ്, എന്നിട്ട് അവന്മാരോട് ബസ്സിട്ട് സങ്കടമുണ്ട് എനിക്ക്. സത്യം സങ്കടമുണ്ട്. പിന്നെ ഞാൻ ചിരിക്കണോ ഈ അവസ്ഥയില്? സങ്കടമുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ, പുറം കാലിനടിക്കാൻ ബസ് തറപ്പിച്ചാണല്ലോ. നീ വെളക്കിലടി കയറി ഞാനങ്ങോട്ട് ഡെറാഡൂണിലെ തോക്കിന്റെ പാത്തിക്കടിക്കാണല്ലോ. നീ കൊല്ലത്തോയിക്കടെ കൊള്ളുള്ള കാര്യം ഞാൻ പറയാങ്ങട്ടെ. എന്നൊന്ന് പതക്കടിക്കണം. എന്ത് കാര്യത്തിന്? എനിക്ക് കായംകുളം വരെ പോയാ മതി. നീ പോണാ നിന്റെ കാര്യം നോക്കിയിട്ട് വർത്താനം പറയാൻ ഞാൻ പറയണേ.
എന്താ ഇതെന്ന്? എന്റെ പൊന്നു മോനെ സിക്സ് പാക്കാടാ. ഫാമിലി പാക്ക് പോലെയാ തോന്നുന്നത്. എന്താ ഈ കാണിക്കുന്നത്? ആര്? നിനക്ക് നാലാവൂലേ? നമ്മുടെ നാട്ടുകാരെ വില പോവില്ലേ? ആ മുണ്ട് മര്യാദ എടുത്ത് വിട്ടരാ. എന്റെ പൊന്നുക്ക, ഇത് ഉടുക്കാൻ വേണ്ടി ഒരു മരം നോക്കി നടക്കണ ഞാൻ. ഒരു മിനിറ്റ് ഇതിനൊക്കെ നല്ല കോപ്പറേഷൻ വേണ്ടിയാ. ഭയങ്കര നാടാവും. അല്ല കാര്യവും എങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മുണ്ടുടുക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വളരെ ഡീസന്റ് ആണ്. എല്ലാ അർത്ഥത്തിലും കണ്ടാ ഉടുക്കണമൊക്കെ നല്ല ബഹുമാനത്തോടെ നിൽക്കാൻ പറ്റില്ല എനിക്ക്. നമ്മുടെ വായി ഇങ്ങനെ കേൾക്കാണ്ട് ഈ വണ്ടി ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വണ്ടി പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ജീപ്പ് കിടന്ന സ്ഥലത്ത് ഈ വണ്ടി വിട്ടതാരാ? വണ്ടി പോകാൻ സമ്മതിക്കില്ല. എന്റെ ചങ്കത്തോടൊക്കെ ഏറ്റുകൊണ്ട് പോടാ. ചതഞ്ഞേട്ടാ എന്റെ കുടുംബം പോയി. നമ്മുടെ നാട്ടുകാരെ ഒരു ആഘോഷമാണ്. നീ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ മാറില്ല. എന്റെ ചങ്കത്തോടെ കേട്ടുകൊണ്ട് അരച്ചു കൊള്ളാൻ പറ. എന്റെ കുടുംബം പോയി. നീ മാറൂല അവിടെ. മാറില്ല. ഇന്ന് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ വിട്ടാ പറ്റൂല. എന്നാ പിന്നെ വെറുതെ ഈ നാരങ്ങളെ ഉണ്ടല്ല വണ്ടി ഏതെങ്കിലും ഓരോരുത്തിന് മോളിൽ കൂടി കയറിയാ പോരെ. അവിടെ കിടന്നോട്ടാ. നമുക്ക് വെള്ളം പെയ്യാം. കാണിക്കരുത്. ഈ ടൗലിട്ട സീറ്റ് എന്റെ സ്വന്തം സീറ്റ്. ഞാൻ ഇതിൽ നിന്ന് യാത്ര ചെയ്യുള്ളൂ. ടൗലിട്ട സീറ്റ് നിങ്ങളുടെ സ്വന്തം സീറ്റ്. സ്വന്തം സീറ്റ് ഉറപ്പിച്ച് ഒരു കാര്യം ചെയ്യ്. ഈ ഉടുത്തിരിക്കുന്ന മുണ്ടങ്ങട് വണ്ടിമേ പുതപ്പിക്ക്. അപ്പൊ സ്വന്തം ബസ്സാകുമല്ല. നീ സമാധാനം ചെയ്യൂ. കാണിക്കരുത്. തമ്മിപ്പോയി. പിള്ളേരോട് മെക്കിട്ടാരാണ് നീന്റെ കാര്യം നോക്കി പോകണ്ട. ഇവിടെ പല പരിപാടിയുണ്ടെന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, എന്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്. എന്താണ്? ഞാന് തച്ചോളി തറവാട്ടിപ്പെട്ടത് അറിയാമോ? അത് മനസ്സിലായി. തച്ചോളി തറവാടാ ഒരു കാര്യം ചെയ്യുന്നേ. ഇപ്പൊ എന്റെ വാളും പരിചയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വാ. ശരിയായി. പരിചയം എന്റെ വീട്ടിലിരിപ്പുണ്ട്. വാള് കാണണോ? എന്റെ പൊന്നു സുഹൃത്തെ, സ്നേഹമുള്ളതുകൊണ്ട് പറയാ, നിങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നാതെ കറുത്തു പോകും. ഞാൻ വെളുത്തിരുന്ന പയ്യനാടാ. പിന്നെ ഞാൻ ഈ മാസന്തകാരെ പ്രസവിച്ചൊരു കൊച്ചാണ്. ഈ മാസന്തകാരെ പ്രസവിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഡോക്ടർമാർ ചൂടിലിടുമല്ലോ. ചൂടല്ല, ഇൻക്യുബേറ്റർ. എന്റെ പൊന്നു മോൻ ആ ബേറ്ററിലിട്ട് ചൂട് കൂടി പോയി കറുത്ത് കരിവാളിച്ചു പോയി. ഞാനൊന്നും ചെറിയ പയ്യനല്ലേ, കുഞ്ഞു കൊച്ചല്ലേ. കുഞ്ഞു കൊച്ചുങ്ങൾ കൈയൊക്കെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെയല്ലേ കിടക്കുള്ളൂ. അതുകൊണ്ട് ഉള്ളംകായ് മാത്രം വെളുത്ത് ബാക്കി കറുത്ത് കരിവാളിച്ചു പോയി. ആരെന്താ ഡ്രൈവർ? കണ്ടക്ടറാ? ഞാനാണ്. എന്താ ഈ ബസ് എത്ര മണിക്കാ പോണേ? MLA വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ യാത്ര പുറപ്പെടും. LMA വന്ന് ഉദ്ഘാടനം ചെയ്താണ് പോകില്ല. രണ്ടും ഒന്ന് തന്നെ. അതെ, പോകുന്ന വഴിക്ക് ആ കുന്നുവഴിയിൽ ഒന്ന് ബെല്ലടിക്കണം. എനിക്ക് അവിടെ ഇറങ്ങണം. കുന്നുവഴി സ്റ്റോപ്പില്ല, അവിടെ വണ്ടി നിർത്തില്ല. അതൊന്നും എനിക്കറിയാം. കുന്നുവഴി സ്റ്റോപ്പില്ല, അവിടെ വണ്ടി നിർത്തില്ല. അതൊന്നും എനിക്കറിയേണ്ട. ബെല്ലടിക്കണം, എനിക്ക് അവിടെ ഇറങ്ങണം. കുറച്ച് അത്യാവശ്യം. എന്റെ സുഹൃത്തെ, ഞാൻ ബെല്ലടിച്ചാലും ഡ്രൈവർ ചവിട്ടില്ല. പുള്ളി ഭയങ്കര ദേഷ്യക്കാരൻ. എന്റെ മെക്കിട്ട് കയറും പുള്ളി. ഡ്രൈവർ കേൾക്കാതെ നൈസായിട്ടൊന്ന് അടിച്ചാൽ മതി, ഞാൻ ഇറങ്ങിപ്പോക്കോളാം. ഞാൻ പോടാ അവിടുന്ന്. ഇയാളോട് പറയുന്നത് നമ്മൾ ഇതുപോലെ ഞാൻ പണ്ട് ചൈനക്ക് നൈസായിട്ടൊരു പണി കൊടുത്തറേ. ആ കഥ പറഞ്ഞു മക്കൾ കൊണ്ട് വന്നേരാ. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഡെറാഡൂണിൽ അന്ന് പട്ടാളത്തിന്റെ സൈനികനായിരുന്നു ഞാനന്ന്. അപ്പൊ അന്ന് ഞാൻ ഈ അതിർത്തി നിൽക്കുന്ന സമയത്ത് ഒരു മുയൽ എന്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോയി. ഞാൻ വിടുവോ? ഞാൻ മുയലിന്റെ പുറകെ അങ്ങോട്ട് വെക്കി പിടിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഓടിച്ചെന്നപ്പോ എന്താണ്, 2 ഷൂസ് ഇട്ട കാലി ഇങ്ങനെ നിൽക്കണ്. ഞാൻ നോക്കുമ്പോ മോനെ ചൈനീസ് പട്ടാളനെ വളഞ്ഞു വെച്ചേക്കാണ് അങ്ങോട്ട്. ചൈനയുടെ അതിർത്തി ലംഘിക്കാൻ അപ്പുറം ചെന്ന്. അപ്പൊ ചൈന ഞാൻ നോക്കുമ്പോ തോക്കായിട്ട് ഇതിങ്ങനെ നിൽക്കണ്, ഞാൻ ഇതിങ്ങനെ നിൽക്കണം, മുയൽ ഇതിങ്ങനെ നിൽക്കണ്. എന്റെ പൊന്നുമോനെ അവരെന്നെ കൊല്ലൂന്നുള്ളത് ഉറപ്പായി. അപ്പൊ എല്ലാ അർത്ഥത്തിലും ആവോളം അതിന്റെ മേധാവി എന്നോട് പറയുകയാണ്, നിനക്ക് അവസാനമായിട്ട് വല്ലത് പറയാൻ നീ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. എന്റെ ബുദ്ധിമുട്ടൽ ഞാനോട് കറക്കി എറിഞ്ഞില്ലടാ. ആ സമയത്ത് ഞാൻ പറയും, എനിക്കൊരു 10-300 പിള്ളേർക്ക് മിഠായി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. അവര് 300 പിള്ളേരെ കൊണ്ട് പരിപാടിയായി നിർത്തി. ഞാൻ മിഠായി കൊടുത്ത് ചെന്നപ്പോ എന്താണ്, ഇന്ത്യയുടെ അതിർത്തി എത്തി. ഒറ്റ ചാട്ടിൽ അവര് ചൈനക്കാര് ചമ്മി പോയില്ലടാ. അപ്പൊ അന്ന് ചമ്മലാണ് അവര്. ഇപ്പോഴൊരു മോഹോരിക്കണം കണ്ടിട്ടുണ്ട് നിങ്ങള്. ഇങ്ങനെ ഇരിക്കും.
ഞാനാണ് അതിന്റെ ആള്. നിങ്ങളുടെ ബെഡായി കേട്ടിട്ട് വണ്ടിയുടെ ടയർ വരെ പൊട്ടാറായില്ല. എടാ അന്നെന്റെ സാഹസിക പ്രകടനം കണ്ടിട്ടില്ലേ? ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തന്തക്കും തള്ളക്കും കുറച്ച് നേരം ഇവൻ ഇവിടെ കിടന്ന് വിളക്കിലെടുക്കണം. ഞാൻ ആവോളം എന്നോട് പറഞ്ഞിരുന്നു. എല്ലാ അർത്ഥത്തിലും ആവോളം ഞാൻ നിന്നോട് സംസാരിച്ചിരുന്നു. നീ ആരാടാ? ഞാൻ ആരാടാ? കളത്തിലേക്ക് വാടാ. എടാ ഈ ഇരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ എന്റെ അമ്മാവന്റെ മക്കളോ. കളത്തിലേക്ക് വളർന്നിട്ടുണ്ട്. എന്റെ ടീമാണ് അത് രണ്ടുപേരും. എന്റെ അമ്മാവന്റെ മക്കളോ. മാത്രം ഡെറാഡൂണിലേക്ക് വരണം. നീ പാലാരിവട്ട ശരിക്കും കണ്ണണ്ടാ. എല്ലാർത്ഥത്തിലും അവോളം കേട്ടോ. എല്ലാർത്ഥത്തിലും അങ്ങോട്ട് പോന്ന്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണതിനാണ്. എടാ ഹിമാറ് നിനക്ക് വല്ല ആവശ്യമുണ്ട്? അങ്ങനെ വായി തോന്നി ഇത് പറയണല്ലേ? ഇനി മേലാൽ അവന്റെ കണ്ണിൽ എന്നെ കണ്ടുപോകരുത്. നീ കേറി വാങ്ങി. അമ്മാവന്റെ മക്കളാന്ന് പറഞ്ഞ് എന്നെ നാണം കെട്ടില്ല. ഒന്നുപോലും പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര തോൽവിയാട്ടോ. നമ്മുടെ നാട്ടിലൊരു ആഘോഷം ഞാൻ പറയില്ലേ തല്ലി എന്റെ ശരീരത്ത്. എന്റെ പൊന്നോ നമ്മുടെ നാട്ടിലെ ആഘോഷം വരുന്ന അലമ്പുണ്ടാക്കരുത്. പിന്നെ എന്ത് അലമ്പുണ്ടാക്കാൻ നിൽക്കരുത്. നമ്മുടെ MLA എത്തി. ഘോഷയാത്ര എത്തി. പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും നല്ല നാട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ MLA ആയി മത്സരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്നും ഒരു ബസ് റൂട്ട്, അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുകയാണ്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് പോകേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ടും ഞാൻ ഈ ബസ് റൂട്ടിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തുകയാണ്. ഏതായാലും സാർ ഒരു കാര്യം ചെയ്യും, ഐശ്വര്യമായിട്ട് വണ്ടിക്കകത്തൊന്ന് കേറണം. അയ്യോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമയമില്ല. അല്ലല്ല സാർ, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പറയരുത് പ്ലീസ്, എനിക്ക് സമയമില്ല. അതാണ്. അതെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്റെ ഡെറാഡൂണിലൊരു കഥയുണ്ട്. അത് മുഹൂർത്തത്തിന് മുമ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഐശ്വര്യമായിട്ട് ആരെങ്കിലും ഒരാൾ കേറണം. ഒരാൾ കേറണം. നമ്മുടെ കേരളത്തിൽ ഐശ്വര്യമായിട്ട് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെറാഡൂണിലേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ ഇതിവിടെ അടുത്തല്ലേ പോണത്. അപ്പൊ ഞാൻ ആവോളം അതിനോട് ശ്രമിക്കും. ആരെങ്കിലും എടാ മോനെ ഐശ്വര്യമായിട്ട് കയറാൻ നമ്മുടെ ഉണ്ണിക്കുട്ടനെ വിളിച്ചാലാ മറ്റേ. അത് ശരിയാട്ടെ. നമ്മുടെ ഈ നാട്ടിലൊരു വികസനം വന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ജനിച്ചപ്പിന്റെ. അവനെ വിളിച്ചാൽ മതി, അവൻ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അല്ല ഐശ്വര്യമല്ല അവനാ. ഇതാണ് ഉണ്ണിക്കുട്ടൻ. ഇത് പന്നിക്കുട്ടനാണല്ലോ. ഞാൻ തൊട്ടത് 10 ഉണ്ണിക്കുട്ടന്മാരെ കൂട്ടിക്കെട്ടിക്കൊണ്ടുവന്നേക്കണം. കാര്യം ചെയ്യ്, ഐശ്വര്യമായിട്ട് ആരെങ്കിലും ഒന്ന് കേട്ടി. അല്ല ഐശ്വര്യമായിട്ട് കേറാന്ന് പറഞ്ഞാലേ മോര് കാര്യം ചെയ്യണം. കാരണന്മാരുടെ കാലം അങ്ങോട്ട് തൊട്ട് നിറയിൽ വെച്ചിട്ട് വലത് കാലം വെച്ചാണ്ട് കയറിക്കും. പിടിച്ചോണ്ട് മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തകൂടാഭ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. അല്ല എല്ലാവരെയും കാല് തൊട്ടാന്നൊന്നും നോക്കണോട്ടാ. ഇയാൾ എന്തുകൊണ്ട് നല്ല ചടങ്ങെടുക്കും. സമയമില്ല. കൊമ്പോണ്ടോടെ കുത്തി മറക്കി. അല്ല ഒരു പൂളങ്ങോട്ട് വെച്ചോട്ടെ. പൂളങ്ങോട്ട് വെച്ചോട്ടെ. ഒരു വഴിയുണ്ട്. ഒരു മുട്ടുസൂചി കിട്ടും. ഇവനെപ്പ ഞാൻ കയറ്റി തരാം. എങ്ങനെ? ഇവന്റെ പുക്കളിലിട്ട് കുത്തിയിട്ട് കാറ്റ് കളഞ്ഞാൽ മതി. കയറി പൊക്കോളൂ. ഞാൻ ആവോളം ഞാൻ ശ്രമിച്ചു നോക്കി. എല്ലാ അർത്ഥത്തിലും ഞാൻ പരാജയം. ഒന്നുകൂടി എല്ലാ അർത്ഥത്തിലും ഒന്ന് നോക്കിയേ. നമ്മളൊന്ന് പരിശ്രമിച്ചു. പിടിച്ചു
ഇനി ആരെങ്കിലും കയറാനുണ്ടോ? ആരെങ്കിലും കയറാനുണ്ടോ? എന്തിനു വേണ്ടിട്ടാ ഹർത്താല്? എടാ 2 വണ്ടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഒരു വണ്ടി അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു വണ്ടി കൂടെ വേണമെന്ന് പറഞ്ഞ ഹർത്താല്. എന്റെ പൊന്നിയേട്ടാ, ഇതിനൊക്കെ ഈ വണ്ടി അടിച്ചു പൊളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനാണെന്നാ? എടാ കേരളത്തിലെ ഓരോ ഹർത്താലിനും ജനങ്ങൾ വണ്ടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കപ്പെടേ ഞങ്ങൾ ചിറ്റേറ്റുകാരക്കാര് മാത്രമേ ഇവിടെ നോക്കിയിരിക്കുന്നടാ. ഇതുപോലൊരു ചാൻസ് കിട്ടിയാ ഞങ്ങൾ വെറുതെ ഇരിക്കണോ? കൊതിയായിട്ട് പാടില്ല, അടിച്ചു പൊളി. ആരാണ് ദൈവമാണ് ചോറ് പണ്ടാരച്ചമ്പിലെ ചോറ് ആർക്ക് വേണമെങ്കിലും കേറില്ല ഇറങ്ങാല.